അയിനൂസ് രാവിലെ തന്നെ എൻ്റെ കൂടെ എണീറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവളെ കുറച്ച് നേരം സോപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ നേരെ ചായ കാച്ചാൻ വേണ്ടി വെക്കാം കേട്ടോ. അയിനൂസിൻ്റെ പനി നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്കാണ് ചെറുതായിട്ട് പനിയും തൊണ്ടവേദനയൊക്കെ ഉള്ളത്. രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര തൊണ്ടവേദന കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ അതിനൊരു ആശ്വാസം കിട്ടാറുണ്ട്. അങ്ങനെ ചായ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടഡായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈദപ്പൊടി മുട്ടയും വെള്ളവും കൂടെ വെച്ചിട്ട് നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം അല്ലേ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തൊണ്ടവേദന ആയതുകൊണ്ട് തന്നെ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു വീടെടുക്കാൻ പോലും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പൊട്ടണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായെന്ന് തോന്നുന്നു എനിക്ക്. ഒട്ടും പൊട്ടിച്ചിട്ട് അങ്ങോട്ട് പൊട്ടി വരുന്നുണ്ടായിരുന്നില്ല, എൻ്റെ കൈ പോയത് മിച്ചം. അങ്ങനെ ഓട്ടട ചട്ടിയിലോട്ട് മുട്ട വെച്ചൊന്ന് ഒന്ന് ഉരച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് വിട്ട് കിട്ടും കേട്ടോ. ചിലത് അടിയിൽ പിടിക്കും. അപ്പോൾ അത് നല്ലോണം ഉരച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഓട്ടട ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടും. അങ്ങനെ മിക്സിയിൽ അരച്ച ആ മാവ് വേഗം ഓട്ടട ചട്ടിയിലോട്ട് ആക്കിയിട്ട് ചായ തിളച്ച് വന്നപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ ഓട്ടടൻ്റെ മേളിൽ നല്ല RKG നെയ്യൊന്ന് പുരട്ടി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഓട്ടട കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പം തന്നെ തേങ്ങ ചിരണ്ടി ആ മിക്സിയിലെ ജാറൊക്കെ കഴുകി തേങ്ങ വേഗം പാലടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓട്ടടയും അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തേങ്ങാപ്പാലും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇന്ന് കുറച്ച് അധികം ഓട്ടട ഉണ്ടാക്കുന്നുണ്ട്. ഇക്കാക്കൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഓട്ടട. അപ്പോൾ ആളുടെ ഉമ്മാക്കൊക്കെ കൊടുത്ത് ഞാൻ നേരെ വീട്ടിലോട്ട് കയറിയിട്ട് ആദ്യം നല്ല ചൂട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് തൊണ്ടവേദന ഉള്ളതുകൊണ്ട് നല്ല ചൂട് ചായ കുടിക്കോട്ടെ, ഞാൻ നല്ല ആശ്വാസം കിട്ടാറുണ്ട്. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും ഇക്കാക്കയും കൂടി ഒരു വീട് കാണാൻ വേണ്ടി പോവുക കേട്ടോ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വീട് അവർ പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വേറെ വീട് റെൻറ്റിന് നോക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അതൊക്കെ പോയി വന്നിട്ട് ഞാൻ നേരെ അയിനൂസിന് ഫുഡ് എടുത്ത് കൊടുത്തിട്ടോ. അവൾക്ക് വിശക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടോ. അവൾ ചൂടാറിയ ഫുഡ് ആയതുകൊണ്ട് അവൾക്ക് ചൂടാറിയത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നല്ല ചൂടോടെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഓട്ടട. എല്ലാം ഞാൻ വന്നിട്ടാണ് ചെയ്യുന്നത്. ഇക്കൊക്കെ രാവിലെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ നല്ല ചൂടോടെ 4 അപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണിത്. നമുക്ക് പെട്ടെന്ന് കഴിയും കേട്ടോ പണി. നമുക്ക് ഒരു പാല് പിയ്യുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. നല്ല സോഫ്റ്റ് ഐറ്റമാണ് കേട്ടോ. ഇങ്ങനെ ആയാലും ഉണ്ടാക്കി നോക്കിയല്ലോ, ഒന്ന് ഉണ്ടാക്കി. അങ്ങനെ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.